ഇതാണ് ലാലേട്ടന്റെ ആറാട്ട്. മോഹൻലാൽ ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഫുൾ പവറിൽ എനർജറ്റിക്കായി എണീറ്റിരിക്കും. ഒറ്റക്കൊമ്പൻ ഒറ്റയ്ക്ക് തൂക്കിയത് അങ്ങനെ 500 കോടിയാണ്. ഇത് മലയാള സിനിമയിലെ ചരിത്ര റെക്കോർഡുകൾ തന്നെ. അങ്ങനെ റെക്കോർഡുകൾ ഇടാനും അതെല്ലാം പൊട്ടിക്കാനും ലാലേട്ടൻ തന്നെ ഇറങ്ങണം. അങ്ങനെ പറയുന്നത് വെറുതെ അല്ല. കാരണം ഇത് ഇപ്പോൾ നമ്മൾ കണ്ട യാഥാർത്ഥ്യം തന്നെയാണ്. അതെ, മലയാള സിനിമ കഴിഞ്ഞ വർഷം വലിയ നേട്ടങ്ങളാണ് നേടിയത്. കളക്ഷൻ റെക്കോർഡുകൾ താണ്ടിയാണ് ഓരോ ചിത്രവും ഇറങ്ങിയത്. കണ്ടന്റിലെ മികവിനൊപ്പം കോടിക്കിലുക്കവും മലയാളത്തിലെ നിരവധി ചിത്രങ്ങളെ മറ്റ് ഭാഷാ ചിത്രങ്ങൾ പോലും അത്ഭുതത്തോടെ നോക്കി നിന്നു. സിനിമ 100 കോടി ക്ലബിലും 200 കോടി ക്ലബിലും അതിവേഗം കയറിക്കൂടുന്നതാണ് നാം കണ്ടത്. നമുക്കറിയാം അത്തരത്തിൽ ലാലേട്ടന്റെ പവറും. 2025 അങ്ങനെ ലാലേട്ടൻ തൂക്കിയിരിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും കൗട്ട്പുള്ളറായ താരം തന്നെയാണ് മോഹൻലാൽ. ഇപ്പോൾ നമുക്കറിയാം റിലീസുകളുടെ ഒരു കാലഘട്ടമാണ്. അതിലൂടെ തന്നെ ലാലേട്ടൻ കൊയ്യുന്നത് വമ്പൻ കളക്ഷൻ തന്നെയാണ്. റിലീസായ ചോട്ടാ മുംബൈ ഏകദേശം 2 കോടിയോളം നേടിക്കഴിഞ്ഞു. അങ്ങനെ 75 ദിവസങ്ങളിൽ നിന്ന് ലാലേട്ടന്റെ 3 ചിത്രങ്ങൾ 500 കോടി രൂപയിലധികം നേടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മോഹൻലാൽ എന്ന പേര് മലയാളികൾക്ക് എന്നും ഒരു ആഘോഷമാണ്. അതിനാൽ തന്നെ 500 കോടിയുടെ കളക്ഷനും ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ. തന്റെ കരിയറിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കലും മലയാളികൾ മോഹൻലാൽ എന്ന നടനെ വിട്ടുകളയില്ല. ഉറപ്പായും അദ്ദേഹം മികച്ച ചിത്രങ്ങളിലൂടെ വീണ്ടും തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഓരോ ആരാധകനും കൈവിടാതെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മോഹൻലാൽ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച വിജയം സ്വന്തമാക്കിയിരുന്നില്ല. എന്നാൽ 2025 ലാലേട്ടൻ ആ ക്ഷീണമങ്ങ് തീർത്തു. അതും കാഴ്ചക്കാർക്ക് വലിയൊരു അനുഭവം തന്നെ സമ്മാനിച്ചുകൊണ്ട്. 2024 മോഹൻലാലിന്റെ 2 ചിത്രങ്ങളാണ് തിയേറ്ററിൽ എത്തിയത്. മലൈക്കോട്ടെ വാലുവിനും ബറോസുമായിരുന്നു അത്. 2 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. ഇതിന് പിന്നാലെ എവിടെ പോയി മോഹൻലാൽ എന്ന ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു. ഇതിനെല്ലാമുള്ള മറുപടിയായാണ് ഈ വർഷം ലാലേട്ടൻ തിയേറ്ററിൽ എത്തിയത്. ആരാധകർ ആവേശപൂർവ്വം മനസ്സറിഞ്ഞങ്ങ് സ്വീകരിച്ചു. മോഹൻലാലിന്റെ എമ്പുരാൻ ആകെ നേടിയിരിക്കുന്നത് 266 കോടിക്ക് മുകളിലാണ്. മോഹൻലാൽ തന്നെ നായകനായ തുടരുമാകട്ടെ 233 കോടി രൂപയും നേടി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. റിലീസിലെ ചോട്ടാ മുംബൈയുടെ കളക്ഷനും ചേർത്താണ് മോഹൻലാൽ പടങ്ങൾ ആകെ 500 കോടി നേടിയിരിക്കുന്നെന്ന കണക്കാണ് പുറത്തുവരുന്നത്. ഉത്സവ പ്രതീതിയിലാണ് മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തിയത്. മോഹൻലാലിന്റെ ഏറ്റവും കൂടുതൽ ചരിത്ര വിജയമായ ഒന്ന് തന്നെയാണ് തുടരുമെന്ന സിനിമ. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ ചിത്രം സ്ട്രീമിംഗ് ചെയ്യുന്നത്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ 100 കോടി നേടിയ ആദ്യ മലയാള ചിത്രം തുടരുമാണ്. കേരളത്തിൽ മാത്രം ആകെ 118 കോടിയിലധികം നേടിയപ്പോൾ ആഗോളതലത്തിലെ തിയേറ്റർ ഷെയർ 98 കോടി രൂപയാണ്. അങ്ങനെ തുടരെ കോടികളുടെ കിലുക്കവുമായി ലാലേട്ടൻ ജനഹൃദയങ്ങളിൽ തുടരുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.